കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായില്ല. ഈ മാസം 31-ന് കമ്മിറ്റി വീണ്ടും ചേരും. യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കേരള ഹൌസിലേക്ക് മടങ്ങിപ്പോയി. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, UDF-ലെ സ്ഥാനാർത്ഥി നിർണയം ഇന്നും വഴിമുട്ടിയിരിക്കുകയാണ്. ആരാണ് കടുംപിടുത്തം പിടിക്കുന്നത്? മറ്റു വിവരങ്ങൾ. 2 ദിവസം നിശ്ചയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി കടന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അധ്യക്ഷന സമിതി ഇന്നലെയും ഇന്നും ഇക്കാര്യത്തിൽ ചർച്ചയിലേക്ക് കടന്നു. പക്ഷേ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മറ്റന്നാളത്തേക്ക് കൂടി സ്ക്രീനിംഗ് കമ്മിറ്റി ഇപ്പോൾ നീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിനിടയിലാണ് VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള രൂക്ഷമായ വാഗ്വാദങ്ങൾക്കും സ്ക്രീനിംഗ് കമ്മിറ്റി വേദിയായത്. 3 മന്ത്രിമാർ, പ്രത്യേകിച്ച് K ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നതിനെയും ഇരിക്കൂറിൽ KC ജോസഫ് മത്സരിക്കുന്നതിനെയും കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും VM സുധീരൻ ശക്തമായി എതിർത്തു. 3 പേരെയും ഒരു കാരണവശാലും വീണ്ടും മത്സരിപ്പിക്കാനോ ഈ പ്രാവശ്യം സീറ്റ് നൽകാനോ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ സുധീരൻ ഉറച്ചു നിന്നു. കാരണമായി പറഞ്ഞത് ആരോപണങ്ങളും തുടർച്ചയായി ഇവർ തന്നെ സ്ഥാനാർത്ഥികളാകുന്നതുമായിരുന്നു. എന്നാൽ ഇതിനെ ഉമ്മൻചാണ്ടി എതിർക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സുധീരൻ പറഞ്ഞത് ഇവരെ നിർത്തിയാൽ തനിക്ക് രാജിവെച്ച് പോകേണ്ടി വരും എന്നൊക്കെയായിരുന്നു. എന്തായാലും ചർച്ച ആ തരത്തിലേക്ക് രൂക്ഷമായി നീങ്ങി. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും സുധീരൻ ഇവരുടെ 3 പേരുടെയും കാര്യത്തിൽ കടുംപിടുത്തം തുടർന്നു. ഈ സാഹചര്യത്തിലാണ് ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി യോഗ ഹാളിൽ നിന്ന് മടങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ വാർ റൂം എന്നറിയപ്പെടുന്ന GRGയിലെ 15-ാം നമ്പർ വസതിയിലായിരുന്നു ചർച്ച. അവിടെ നിന്നും അദ്ദേഹം കേരള ഹൌസിലേക്ക് എത്തി. കേരള ഹൌസിൽ അടച്ചിട്ട മുറിയിൽ A ഗ്രൂപ്പ് നേതാക്കളെ MM ഹസൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയവരുമായി ചർച്ച നടത്തി. ഇതേസമയം കേരള ഹൌസിൽ നിരവധി പ്രാദേശിക നേതാക്കളൊക്കെ എത്തിയിരുന്നു. അവർ ഉമ്മൻചാണ്ടിയെ കാണാൻ മുറിയിലെത്തിയെങ്കിലും എല്ലാവരെയും പുറത്താക്കേണ്ട മുറി അടച്ചുള്ള ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. പിന്നീട് അരമണിക്കൂറോളം വാർ റൂമിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ചർച്ചകൾ തുടർന്നു. അതിനുശേഷം 8:30 യോഗം സമാപിച്ച് പുറത്തു വന്ന VM സുധീരൻ പറഞ്ഞത് യോഗത്തിൽ അന്തിമ ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ല. വിശദമായ ചർച്ച ഓരോ സീറ്റിലും വരണം. അതുകൊണ്ട് തന്നെ 31-ന് തന്നെ വീണ്ടും ചേരും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് സമിതിക്ക് പട്ടിക കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം. സിറ്റിംഗ് MLA-മാരിൽ 30ഓളം പേരുടെ കാര്യത്തിൽ മാത്രമേ ഒരു ഏകദേശ ധാരണയിൽ എത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിൽ പോലും അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. ചർച്ചയും തർക്കവും തുടരുകയാണ്. അഞ്ജു. സന്തോഷ്, നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സുധീരൻ. എന്നാൽ അതിനൊട്ട് വഴങ്ങാനും ഉമ്മൻചാണ്ടി തയ്യാറാകുന്നുമില്ല. തന്റെ വിശ്വസ്തരെ അങ്ങനെ അങ്ങ് തള്ളാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി. തീർച്ചയായും. കാരണം ഇരു ഗ്രൂപ്പുകളും VM സുധീര വിഭാഗവും തമ്മിലുള്ള തർക്കം എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡിന് മുമ്പിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെ ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ച് തന്നെ AI ഗ്രൂപ്പുകൾ കൈകോർത്തുകൊണ്ട് VM സുധീരനെതിരെ ശക്തമായി വാദിച്ചു. VM സുധീരൻ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം വേണമെന്ന് പറഞ്ഞതിനെ എതിർത്തു. അതിന് തിരിച്ചടി എന്ന രീതിയിലാണ് ഈ ഓരോ സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ ഓരോരുത്തരുടെ യോഗ്യത മാനദണ്ഡമായി എടുത്തുള്ള ചർച്ച നടത്തിയത്. ഇതിനിടയിലാണ് മുൻ മന്ത്രിമാർ വീണ്ടും മത്സരിക്കുന്നതിന് സുധീരൻ ഇത് നേരത്തെ തന്നെ സുധീരൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച സുധീരൻ തയ്യാറാവുമെന്ന് കരുതിയിരുന്നു. എന്നാൽ അതിന് പകരം സുധീരൻ ഈ മണ്ഡലങ്ങളിലൊക്കെ പകരം എയുടെയും ഐയുടെയും നേതാക്കളെ തന്നെ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. നേരത്തെ KPCC തയ്യാറാക്കിയ പാനലിൽ ഇവരുടെ പലരുടെയും പേരുകൾ ഈ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവരിൽ ചിലരുടെ കാര്യങ്ങളിലാണ് ഇന്ന് VM സുധീരൻ സമ്മർദ്ദം ചെലുത്തിയത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ K ബാബുവിന് പകരം A ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേണുഗോപാലിനെ സുധീരൻ മുന്നോട്ട് നിർദ്ദേശിച്ചു. കൂടാതെ ഇരിക്കൂറിൽ സതീശൻ പാച്ചേനിയാണ് സുധീരൻ പറഞ്ഞത്. സതീശൻ പാച്ചേന്റെ പേരാണ് അദ്ദേഹം ഉയർത്തിയത്. കോന്നിയിലാകട്ടെ അടൂർ പ്രകാശിന് പകരം അതേ ഗ്രൂപ്പിൽ നിന്നും മോഹൻരാജിനെ അദ്ദേഹം ഉയർത്തി കാണിച്ചു. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാന് പകരം PT തോമസിനെയും സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിലപാടെടുത്തു. ഇത് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ തർക്കമുണ്ടാക്കുക എന്നൊരു തന്ത്രമായിരുന്നു സുധീരൻ ഉപയോഗിച്ചത്. എന്തായാലും തർക്കം രൂക്ഷമായിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ അന്തിമ രൂപത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ മാസം പകുതിയോടടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. LDF അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് മധ്യവർത്തിയായത് വെള്ളാപ്പള്ളി നടേശനാണെന്നും അതിനായാണ് BDJS രൂപീകരിച്ചതെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരത്ത് കാട്ടായിക്കോണം V ശ്രീധർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണ്. RSSും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഒരു അച്ചുതണ്ടായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. RSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ടിൻ്റെ മധ്യവർത്തി
വെള്ളാപ്പള്ളി നടേശനാണ്, BDJS ആണ്. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ മറയിടാൻ വേണ്ടിയിട്ടാണ്. CPI സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. സി ദിവാകരൻ ഉൾപ്പെടെ 2 വട്ടം പൂർത്തിയാക്കിയ 6 പേർക്ക് വീണ്ടും മത്സരിക്കാൻ സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകി. നിലവിൽ കയ്പമംഗലം MLA ആയ VS സുനിൽകുമാർ തൃശൂരിൽ മത്സരിക്കും. പട്ടാമ്പിയിൽ JNU വിദ്യാർത്ഥി നേതാവ് മുഹമ്മദ് മുഹ്സിൻ സ്ഥാനാർത്ഥിയാവും. മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. 2 ടേം പൂർത്തിയാക്കിയ സി ദിവാകരൻ ഉൾപ്പെടെ 6 പേർക്ക് മത്സരിക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇളവ് നൽകി. മുല്ലക്കര രത്നാകരൻ, VS സുനിൽകുമാർ, ES ബിജിമോൾ, K രാജു, P തിലോത്തമൻ എന്നിവരാണ് ഇളവ് ലഭിച്ച മറ്റ് 5 പേർ. വൈക്കം MLA K അജിത്തിന് ഇളവ് നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അജിത്തിന് പകരം CK ആശ വൈക്കത്ത് മത്സരിക്കും. സി ദിവാകരൻ നെടുമങ്ങാട് മത്സരിക്കും. VS സുനിൽകുമാർ കയ്പമംഗലത്തിന് പകരം ഇക്കുറി തൃശൂരാകും അംഗത്തിനിറങ്ങുക. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്ററും മത്സരിക്കും. JNU നേതാവ് മുഹമ്മദ് മുഹ്സിൻ ആണ് പട്ടാമ്പിയിൽ മത്സരരംഗത്ത് ഇറങ്ങുക. പറവൂരിൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനാണ് സ്ഥാനാർത്ഥി. മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നല്ല സ്ഥാനാർത്ഥികളെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് PC ജോസഫ്. സീറ്റ് ലഭിക്കാത്തതിന്റെ വിഭ്രാന്തിയിലാണ് PC ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PC ജോർജിന്റെ ജനപിന്തുണ വ്യക്തമാകുമെന്നും PC ജോസഫ് പറഞ്ഞു. ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നല്ല സ്ഥാനാർത്ഥികളെ മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ. അതിനകത്ത് എന്താ പ്രാധാന്യം? ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ജനതയുടെ ഒരു അളവ് ജോർജിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ജോർജ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തികൾ വളരെ അപ്രധാനമാകുമെന്നും മുന്നണികൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മറ്റന്നാൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കോടതി ഹരീഷ് റാവത്ത് സർക്കാരിന് അനുമതി നൽകി. സ്പീക്കർ സസ്പെൻഡ് ചെയ്ത 9 വിമത MLA-മാർക്കും വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും. BJPക്ക് കനത്ത തിരിച്ചടിയും കോൺഗ്രസിന് ആശ്വാസവും നൽകുന്ന വിധിയാണ് നൈനിറ്റാൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരം ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഉത്തരവ് മരവിപ്പിച്ച കോടതി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. സ്പീക്കർ അയോഗ്യരാക്കിയ 9 കോൺഗ്രസ് വിമത MLA-മാർക്കും വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാം. എന്നാൽ ഇവരുടെ ബാലറ്റ് പേപ്പറുകൾ പ്രത്യേകം സൂക്ഷിച്ചുവെക്കും. വിശ്വാസ വോട്ടെടുപ്പ് ഫലം ഉടൻ പ്രഖ്യാപിക്കാതെ ബാലറ്റ് പേപ്പറുകൾ മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും. വിശ്വാസ വോട്ടെടുപ്പിന് ഹൈക്കോടതി നിരീക്ഷകനെ അയക്കും. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഉത്തരവിനെതിരെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് കോടതിയിൽ ഹാജരായി. ഹൈക്കോടതി നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. 9 കോൺഗ്രസ് MLA-മാർ വിമത ശബ്ദമുയർത്തി BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ നൽകിയ റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ ശുപാർശയും പരിഗണിച്ച് ഞായറാഴ്ചയാണ് രാഷ്ട്രപതി ഭരണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പയ്യപ്പള്ളി ബാലൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗമണ്ഡൽ SCS മേനോൻ ഹാളിലും പൊതുദർശനത്തിനു വെച്ച ശേഷം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. പയ്യപ്പള്ളി ബാലന്റെ നിര്യാണത്തിൽ അബുദാബി ശക്തി അവാർഡ് കമ്മിറ്റി കൺവീനർ AK മൂസ മാസ്റ്റർ അനുശോചിച്ചു. മഞ്ഞുമ്മൽ പയ്യപ്പള്ളി പാപ്പിയമ്മയുടെയും നാവുള്ളി കൂടാനക്കാട് ഇരവിരാമൻ പിള്ളയുടെയും മകനായി 1925 ജൂൺ 1 ബാലകൃഷ്ണപിള്ള എന്ന പയ്യപ്പള്ളി ബാലൻ ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ 13-ാം വയസ്സിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിന് പിന്തുണയർപ്പിച്ചാണ് അദ്ദേഹം പൊതുരംഗത്തെത്തിയത്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലും പങ്കാളിയായി. പിന്നീട് ഫാക്ടിൽ ജോലി ചെയ്യവെയാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായത്. ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 7 വർഷത്തിലധികം ജയിൽവാസം അനുഭവിച്ചു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കൗൺസിൽ അംഗം,
CPIM ജില്ലാ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലേക്കും അദ്ദേഹം ഉയർന്നു. 1965 കേന്ദ്ര കോൺഗ്രസ് സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് വേട്ടയിലും അടിയന്തരാവസ്ഥയിലും തടവിലാക്കപ്പെട്ട പയ്യപ്പള്ളി ബാലൻ തടവറയിൽ നിഷ്ഠൂര പീഡനത്തിനും പുറത്തെ രാഷ്ട്രീയ എതിരാളികളുടെ ക്രൂരമർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. CPIM നേതാവ് MM ലോറൻസ് പാർട്ടിയെ ആശയപരമായിട്ടോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ആക്രമിച്ചാൽ അതിന് നല്ല മറുപടി കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു പയ്യപ്പള്ളി ബാലൻ. ഇടപ്പള്ളി സംഭവം വിവരിച്ച ആലുവ പുഴ പിന്നെയും ഒഴുകി, ആലുവ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആദ്യനാളുകൾ, മായാത്ത സ്മരണകൾ, മങ്ങാത്ത മുഖങ്ങൾ, പാലിയം സമരകഥ, പൊരുതി വീണവർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മായാത്ത സ്മരണകളുടെ 2ാം ഭാഗവും ആത്മകഥാംശമുള്ള ജ്ഞാനസ്നാനം എന്ന നോവലും പ്രകാശനം ചെയ്യാനിരിക്കെയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനവരുടെ വിടവാങ്ങൽ. പയ്യപ്പള്ളി ബാലന്റെ മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗമണ്ഡൽ SES മേനോൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭക്ഷ്യക്ഷാമവും വനവൽക്കരണവും മറന്ന് സർക്കാർ ഭൂമി പതിച്ചു നൽകരുതെന്ന് ഹൈക്കോടതി. കച്ചവട താൽപര്യങ്ങൾ കണക്കിലെടുത്ത് ഭൂമി പതിച്ചു നൽകുന്നതാവരുത് സർക്കാർ നയമെന്നും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പൊതു താൽപര്യങ്ങളും കണക്കിലെടുത്താകണം ഇക്കാര്യത്തിൽ സർക്കാർ നയമെന്ന് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. കാർഷികാവശ്യങ്ങൾക്കായി പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ കരിങ്കൽ ഖനനത്തിന് അനുമതി നൽകാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി നടപടി. കാർഷിക ഭൂമിയിൽ ഖനന പ്രവർത്തനത്തിന് അനുമതി നൽകുന്നത് പൊതു താൽപര്യത്തിന് യോജിച്ചതാണോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കണം. കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഭൂപതിപ്പ് നിയമം ലക്ഷ്യം വെക്കുന്നത്. ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥ തന്നെ കൃഷി ഉദ്ദേശം വെച്ചാണ്. സർക്കാരിൻ്റെ നയം തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ലെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. പാട്ടഭൂമിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കും ക്വാറി ക്രഷർ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും അനുമതി നൽകുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകി സർക്കാർ കഴിഞ്ഞ വർഷം നവംബർ 11 പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി നടപടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പശ്ചിമഘട്ട സംരക്ഷണ സമിതി രംഗത്ത്. അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്ന് കാണിച്ച് ഇവർ KPCC പ്രസിഡന്റിന് കത്തയച്ചു. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ വ്യക്തമാക്കി. ഭൂമിദാന വിഷയത്തിലും റേഷൻ ഷോപ്പ് അനുവദിച്ചതിലും അഴിമതി ആരോപണ വിധേയനായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് VM സുധീറിന് കത്തയച്ചത്. വിജിലൻസ് കേസിലെ പ്രതിയും ഭൂമിദാന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനുമായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുത്. അടൂർ പ്രകാശ് കോന്നിയിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതി മറച്ചുവെക്കാനാണെന്നും ഇവർ ആരോപിച്ചു. കേരളത്തിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായതും അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവിധ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് കോന്നി മണ്ഡലത്തിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആവശ്യം. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി അഴിമതിയെ മറയ്ക്കാനാണ് മുഖ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരെ ഒരുമിപ്പിച്ച് അടൂർ പ്രകാശിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.